അവിടെ പോയതാണല്ലോ. പോയിട്ട് അവിടെ ആളില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ അപ്പഴൊക്കെ തരയ്യ. ഒരു ഫയൽ എടുത്ത് നോക്കുമ്പോ അത് മൊത്തം എടുക്കണ്ടേ? രാവിലെ കൊടുത്തു ഫയലിന്റെ ഉള്ളിൽ വെക്കേണ്ടതാണ്. അവിടെ സന്ധ്യ ആ പാസ്പോർട്ട് വെരിഫിക്കേഷന്റെ വീട്ടിലൊക്കെ പോയോ? എത്ര പോയി ഇന്നലെ? ഗോപിയുടെ വീട്ടിൽ പോയിരുന്നോ? പിന്നെ പൊള്ളാച്ചിന്റെ വീട്ടിൽ പോയിരുന്നു. എന്തായി? പട്ടാമ്പി പോണം. ആ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് അവന്റെ ആ ഫോണൊന്ന് ട്രാക്ക് ചെയ്യാൻ നോക്കാൻ പറയും. ചെല്ലേ വിളിച്ചു പറ. അവനെ കുറെ ദിവസമായല്ലോ അവിടെ. 3 നമ്പർ മാറ്റി മറിച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓ എന്തായാലും ഒന്ന് വിളിച്ചിട്ട് സൈബർ സെല്ലിന് ഇൻഫോം കൊടുക്കും. എന്താണോ? നമസ്കാരം മാഡം. നമസ്കാരം. പറ. ഇതിന്റെ മകനാണ് ഇവന്. മറ്റേ വഴുതക്കാട് ജെനറ്റിക് സ്കൂളിൽ പഠിക്കുന്നത്. ഇന്നലെ ലഞ്ച് ടൈമിൽ പുറത്തു പോയപ്പോ ഏതൊരു അങ്കിള് കൊടുത്തെന്ന് പറഞ്ഞത്. എന്തൊരു ദുരിത പോലെ ഉണ്ട്. സ്റ്റാമ്പ് ആരാടാ ഇതൊക്കെ മോൻക്ക് കൊടുത്തത്? ആരാ കൊണ്ട് തന്നത്? എവിടുന്നാ തന്നത്? എന്ത് പറഞ്ഞിട്ടാണ് തന്നത് മോൻക്ക്? എന്ത് പറഞ്ഞിട്ടാ തന്നത്? ഇത് മിഠായിന്ന് പറഞ്ഞ് തന്നതാണ്. അവനെ കണ്ടാ മോൻ അറിയോ? ആ അങ്കിളുടെ പേരറിയോ മോനിക്ക്? മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടാ? മുടി നല്ല വളർത്തിയിട്ടുണ്ട്. ഓ അവനായിരുന്നു. അവനെ വെച്ചിട്ട് എല്ലാ സ്റ്റേഷനിലും കേസുണ്ട്. ഈ സ്കൂൾ പരിസരങ്ങളിലെല്ലാം മയക്കുമരുന്ന് കൊടുക്കുന്നു എന്നുള്ള പരാതി അവനെതിരെ വന്നിട്ടുണ്ട്. ഡാൻസറും കൂടിയിട്ടാണോ? മോനിക്ക് ഡാൻസ് ഒക്കെ കളിച്ചെന്നാ? അവന് ഡാൻസ് കളിച്ചെന്നാ? മോന് ഇത് മിണ്ടാണ്ടിയടോ. ഡാൻസ് പാട്ട് ചോദിക്കാനുള്ള സ്ഥലം അത്. ഇത് മോനെ ടീച്ചറോട് പറഞ്ഞിരുന്നോ? ഇത് കിട്ടിയ കാര്യം ടീച്ചറോട് പറഞ്ഞിരുന്നോ? സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു കോളൊന്നും വന്നിട്ടില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് മകൻ എന്റെ കയ്യിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞ എന്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നേരെ പോയാൻ പറ്റിട്ട് ഇവിടുത്തെ SI സാർ കുറച്ച് സ്ട്രോങ് ആണ്. അവരെന്റെ നടപടികൾ എടുക്കുന്ന പറഞ്ഞത്. അപ്പൊ ഒന്നും അറിയിച്ചില്ല. അത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല. മോൻ എത്രയിലാ പഠിക്കുന്നത്? 5ല്. പുതിയ നമ്പർ? അവന്റെ ആ പുതിയ നമ്പർ ഒന്നും അടിച്ചേ. അവന് ഒരുപാട് കേസിലെ പ്രതിയാണ്. അവന് ഭയങ്കര ശല്യാണെന്നാണ് അമ്മമാരെല്ലാരും വന്നിട്ട് പരാതി പറഞ്ഞു തരുന്നത്. മോനിങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊന്നും പോവരുത് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ സ്കൂൾ പരിസരത്തൊക്കെ വരുമ്പോ നമ്മള് നിങ്ങളുടെ സ്കൂളില് ബാലവേദി അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലേ? ഇതെല്ലാം അവന്റെ നമ്പറാണ്. സാറ് അവനെ പിടിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ അവനെ ഒന്ന് വിളിച്ചു വേറെ ആരും പോവാനില്ല. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ നേരിട്ട് വന്നത്. നോക്കാം. ഹലോ, വഴുതക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ സ്റ്റേഷനിൽ ഹാജരാവണം. അതാരാ എന്താന്നൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ തൽക്കാലം വേഗം ഒന്ന് ഹാജരാവാൻ നോക്കൂ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് തൂക്കിയെടുത്തോണ്ടിരും നിന്നെ. വേവാടാ. അവന് ആരാ എന്താന്നൊക്കെ അറിഞ്ഞാലേ വരൂ. പേടിക്കണ്ടാട്ടാ. അവൻ വരട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാട്ടാ. മോൻ നന്നായിട്ട് പഠിക്കണം. ഇങ്ങനെയുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ആരെങ്കിലും തരികയാണെങ്കിലേ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ തരികയാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യണം കേട്ടാ. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പരിസരത്ത് സിഗരറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെയുള്ള പിന്നെ NCC കുട്ടികളില്ലേ അവരൊക്കെ അറിയിക്കണം കേട്ടോ. നാളെ വൈകിട്ടത്തേക്ക് എത്തിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സാർ. ഓ ശരി സാർ. ഓക്കെ. നീയാണോ ബല്ലാരിക്കുട്ടൻ? ഇവനാണോ ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? എന്തോന്ന് കോലാടാ ഇത്? നിന്റെ ചുണ്ടത്തെന്താ? ലിപ്സ്റ്റിക്. നെറ്റത്തെന്താടാ? ലിപ്സ്റ്റിക്.
സാർ അത് ആണോ പെണ്ണോ? ആണുത്തെ കണ്ട് പോയിട്ടില്ല, പെണ്ണിൽക്കട്ട കടന്നിട്ടില്ല. നീ കുട്ടി അറിയടാ? നീ കുട്ടിക്ക് എന്റെ കൊടുത്തേ? നിങ്ങള് രണ്ടുപേരും കൊടുക്കും. ചെല്ലു ചെല്ലു ചെല്ലു. എല്ലാരും ഉപയോഗിക്കുന്നല്ലേ? നമ്മളൊക്കെ എത്ര സ്റ്റാമ്പ് ഉപയോഗിച്ചാണ് സ്കൂളിലൊക്കെ ഗാന്ധിജിയുടെ എല്ലാ സ്റ്റാമ്പും നമ്മൾ ഉപയോഗിച്ചല്ലേ? സ്റ്റാമ്പ് മാഡത്തിന് അറിയില്ല? എനിക്കറിയാം, എനിക്കറിയാവുന്ന സ്റ്റാമ്പ് അറിയാം. നമ്മൾക്ക് എത്ര ഉപയോഗിച്ചാണ്? 50 പൈസയുടെ സ്റ്റാമ്പ്, 25 പൈസ സ്റ്റാമ്പ്, 1 രൂപയുടെ സ്റ്റാമ്പ്. എന്തിനാ മാഡം ഇങ്ങനെ കളിക്കുന്നത് നിങ്ങളെ? നിന്റെ വീട്ടിൽ കുട്ടികളില്ലേ? പിന്നെ നീ ഈ മക്കൾക്ക് ഇത്തിരി പൊടിയില്ലാത്ത മക്കൾക്ക് ഈ മയക്കുമരുന്ന് സ്റ്റാമ്പ് ഓരോ ഏട്ടന്മാർക്ക് തരും വലിയ ഞാൻ കാര്യമില്ല പറയുന്നേ. സ്റ്റാമ്പ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറച്ച് ആൾക്കാർ തന്നു. ഞാൻ ആ കുട്ടികൾക്ക് സ്റ്റാമ്പ് കൊടുക്കും. 50 പൈസ, 1 രൂപ ഞാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഏട്ടന്മാര് വരും. എന്നെ ഞാൻ പഠിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് ക്ലാസ്സിലില്ല, ഡാൻസ് പഠിക്കുന്നത്. അവര് തരും. അവര് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. ഇത് 10 മിനിറ്റ് കുറവാണല്ലോ. സുഗുണൻ, രാമോദരൻ, അല്ലേ? രാമോദരൻ ഉണ്ട്. പിന്നെ എന്റെ നല്ല പോലെ സുഗുണൻ, രാമോദരൻ. മേഡം രാമോദരൻ ദാമോദരൻ പിന്നെ പിന്നെ എന്റെ 2 സ്റ്റുഡൻസ്. അപ്പൊ നീ നിന്റെ സ്റ്റുഡൻസിനെ ഇനി നീ ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മാഡത്തിനൊന്നും അറിയില്ല. ഒരു മണികളുണ്ടാക്കാൻ എന്റെ പതില് ഒരു സ്റ്റാമ്പ് കിട്ടിയതാണ് പ്രശ്നം. നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിച്ചില്ലേ ബുക്കിലൊക്കെ? പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? സ്റ്റാമ്പല്ലേ മേഡം? ഇത് ബുക്കിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പല്ലേ? ഞാൻ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒട്ടിക്കാൻ. ഞാനൊക്കെ ഇത്ര വല്ലാണ്ട് പിന്നെ ബുക്കിൽ ഒട്ടിച്ചെടുക്കാനോ? എന്താ മേഡത്തിന് പറയുന്നേ? മേഡത്തിന് തീരെ കോമൺ സെൻസ് ഇല്ലേ? ഞാൻ ഈ ഏട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോളാം. മേഡം അതിരിക്കും സ്റ്റാമ്പോ? ഞാൻ പറഞ്ഞില്ല, എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, എന്റെ ഡാൻസിലെ സ്റ്റുഡൻസ് ഉണ്ട്. അവരെന്നോട് പറഞ്ഞു സ്കൂളിലെ കുട്ടികൾക്കൊക്കെ സ്റ്റാമ്പ് കൂട്ടി കൊടുക്കാൻ വേണ്ടിട്ട്. എനിക്ക് പോയി 1 രൂപ 2 രൂപ ഒക്കെ പൈസ എന്റെ വീട്ടിൽ ആരും തരാറില്ലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് എല്ലാവരും തന്ന കുട്ടികൾക്ക് ജീവിക്കാൻ ഒക്കെ ഇഷ്ടമല്ലേ സ്റ്റാമ്പ്, നെയിൽ സ്ലിപ്പ്, ബുക്കിൽ ഒട്ടിക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഞാൻ എന്ത് ഉപയോഗിക്കാൻ? ഡാൻസ് കുട്ടികൾക്ക് ഡാൻസ് മാത്രം പഠിപ്പിച്ചു കൊടുക്കേണ്ടി. ചില കുട്ടികൾ ഞാൻ ഫീസ് ഉണ്ടായിട്ട് പഠിപ്പിച്ചോളൂ, ഫീസ് ഇല്ലാണ്ട് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ എന്റെ കുട്ടികളേക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുടുംബത്തിൽ തിരിച്ചാണ്. എന്താ മേഡം എന്നെ വിളിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്റ്റാമ്പിന്റെ പ്രശ്നമാണ്. ഈ സ്റ്റാമ്പാണ്. ഞാൻ ഈ സ്റ്റാമ്പ് കൊടുക്കുന്നില്ല. പറയും ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് എടുക്കാനല്ല, നീ എടുക്കടാ. എടുക്കടാ. ഇത് എടുക്കാൻ സിമ്പിൾ ആണ്. മേഡം നിക്ക്. ഇത് ബുക്കിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പാണ്. ഇത് കണ്ടില്ലേ? ഇത് എങ്ങനെ വെച്ചതാ? നമ്മൾ ഒട്ടിച്ച് ബുക്കിന്റെ പോലെ ഇങ്ങനെ